തിയറംസ് ഓൺ കോഡ്സ് ആൻഡ് ആർക്സ് ഇൻ ജിയോജിബ്ര എന്ന ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം. ഈ ട്യൂട്ടോറിയലിന്റെ അവസാനം നിങ്ങൾക്ക് തിയറംസ് സ്ഥിരീകരിക്കുവാൻ കഴിയും. വൃത്തത്തിന്റെ ഞാണുകൾ, വൃത്തത്തിന്റെ ആർക്കുകൾ. നിങ്ങൾക്ക് ജിയോജിബ്രയുടെ അടിസ്ഥാന പരിജ്ഞാനം ഉണ്ടായിരിക്കണം. ഇല്ലെങ്കിൽ പ്രസക്തമായ ട്യൂട്ടോറിയലുകൾക്ക് ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. ഞാൻ ഈ ട്യൂട്ടോറിയൽ രേഖപ്പെടുത്തുവാൻ ഉപയോഗിക്കുന്നത് ഉബുണ്ടു ലിനക്സ് OS പതിപ്പ് 11.10, ജിയോജിബ്ര പതിപ്പ് 3.2.47 എന്നിവയുമാണ്. ഇനി പറയുന്ന ജിയോജിബ്ര ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നു: സർക്കിൾ വിത്ത് സെന്റർ ആൻഡ് റേഡിയസ്, സർക്കുലർ സെക്ടർ വിത്ത് സെന്റർ ബിറ്റ്വീൻ 2 പോയിന്റ്സ്, സർക്കുലർ ആർക്ക് വിത്ത് സെന്റർ ബിറ്റ്വീൻ 2 പോയിന്റ്സ്, മിഡ് പോയിന്റ്, പെർപെൻഡിക്കുലർ ലൈൻ. ഒരു പുതിയ ജിയോജിബ്ര വിൻഡോ തുറക്കാം. ഡാഷ് ഹോംസ് എന്നതിലെ മീഡിയ ആപ്ലിക്കേഷൻസ് ക്ലിക്ക് ചെയ്യുക. ടൈപ്പ് എന്നതിലെ എഡ്യൂക്കേഷനു താഴെ ജിയോജിബ്ര തിരഞ്ഞെടുക്കുക. സിദ്ധാന്തം ഇവിടെ സൂചിപ്പിക്കാം. വൃത്തത്തിന്റെ കേന്ദ്രത്തിൽ നിന്നുള്ള ലംബം ഞാണിനെ തുല്യ ഭാഗങ്ങളായി വിഭജിക്കുന്നു. A കേന്ദ്രമായ വൃത്തത്തിൽ നിന്നുള്ള ലംബം BC എന്ന ഞാണിനെ നേർപകുതിയായി വിഭജിക്കുന്നു. സിദ്ധാന്തമനുസരിച്ച് സ്ഥിരീകരിക്കാം. ഈ ട്യൂട്ടോറിയലിൽ ഞാൻ ആക്സസ് എന്നതിനു പകരം ഗ്രിഡ് എന്ന ലേഔട്ട് ഉപയോഗിക്കുന്നു. ഡ്രോയിംഗ് പാഡിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. ഗ്രാഫിക് വ്യൂ എന്നതിലെ ആക്സസ് അൺചെക്ക് ചെയ്യുക. ഗ്രിഡ് തിരഞ്ഞെടുക്കുക. ഒരു വൃത്തം വരയ്ക്കുക. ടൂൾബാറിൽ നിന്നും സർക്കിൾ വിത്ത് സെന്റർ ആൻഡ് റേഡിയസ് തിരഞ്ഞെടുക്കുക. ഡ്രോയിംഗ് പാഡിൽ A എന്ന പോയിന്റ് അടയാളപ്പെടുത്തുക. ഒരു ഡയലോഗ് ബോക്സ് തുറക്കുന്നു. ആരത്തിന് 3 എന്ന് കൊടുത്ത് OK ക്ലിക്ക് ചെയ്യുക. A കേന്ദ്രമായി 3 സെന്റിമീറ്റർ ആരത്തോടുകൂടി ഒരു വൃത്തം വരച്ചു. A എന്ന പോയിന്റ് നീക്കിയാൽ വൃത്തം ചലിക്കുന്നത് കാണാം. സെഗ്മെന്റ് ബിറ്റ്വീൻ 2 പോയിന്റ്സ് എന്ന ടൂൾ തിരഞ്ഞെടുക്കുക. BC എന്നീ പോയിന്റുകൾ ചുവട്ടിലായി അടയാളപ്പെടുത്തുക. BC എന്ന ഞാൻ വരച്ചു. BC എന്ന ഞാണിന് ലംബമായി A എന്ന കേന്ദ്രത്തിലൂടെ കടന്നുപോകുന്ന ഒരു ഞാൻ വരയ്ക്കുക. ടൂൾബാറിൽ നിന്നും പെർപെൻഡിക്കുലർ ലൈൻ ക്ലിക്ക് ചെയ്യുക. BC എന്ന ഞാൻ, A എന്നിവ ക്ലിക്ക് ചെയ്യുക. B എന്ന പോയിന്റ് നീക്കിയാൽ ഈ ലംബം B യോട് കൂടെ നീങ്ങുന്നത് കാണാം. ലംബം BC എന്ന ഞാൻ എന്നിവ ഒരു ഘട്ടത്തിൽ കൂട്ടിമുട്ടുന്നു. ഇന്റർസെക്ട് 2 ഒബ്ജക്ട്സ് എന്ന ടൂൾ ക്ലിക്ക് ചെയ്യുക. കൂട്ടിമുട്ടുന്ന പോയിന്റായി D അടയാളപ്പെടുത്തുക. BC എന്ന ഞാണിന്റെ മധ്യബിന്ദു D ആണോ എന്ന് പരിശോധിക്കുക. ഡിസ്റ്റൻസ് ടൂൾ ക്ലിക്ക് ചെയ്യുക. പോയിന്റ് B, D, D, C എന്നിവ ക്ലിക്ക് ചെയ്യുക. BD, DC എന്നിവയുടെ ദൂരം ഒന്നാണോ എന്ന് ശ്രദ്ധിക്കുക. D എന്നത് BC യുടെ മധ്യബിന്ദു ആണ് എന്നത് ഇത് തെളിയിക്കുന്നു. CDA എന്ന കോൺ അളക്കട്ടെ. ആംഗിൾ ടൂൾ ക്ലിക്ക് ചെയ്യുക. പോയിന്റ് C, D, A എന്നിവ ക്ലിക്ക് ചെയ്യുക. കോൺ CDA 90 ഡിഗ്രി ആണ്. സിദ്ധാന്തം സ്ഥിരീകരിച്ചു. പോയിന്റ് C യിലേക്ക് പോകാം. ഈ ദൂരം പോയിന്റ് C സഹിതം എങ്ങനെ നീങ്ങുന്നു എന്ന് നോക്കാം. നമുക്ക് ഈ ഫയൽ സേവ് ചെയ്യാം. ഫയൽ എന്നതിലെ സേവ് ആസിൽ ക്ലിക്ക് ചെയ്യുക. ഫയലിന്റെ പേര് സർക്കിൾ കോഡ് എന്ന് ടൈപ്പ് ചെയ്യുന്നു. സർക്കിൾ കോഡ്. സേവ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. അടുത്ത സിദ്ധാന്തത്തിലേക്ക് പോകാം. ഒരേ ആർക്കുള്ള ഇൻസ്ക്രൈബ്ഡ് കോണുകൾ തുല്യമാണ്. BC എന്ന ആർക്കോട് കൂടിയ BDC, BEC എന്നീ കോണുകൾ തുല്യമാണ്. സിദ്ധാന്തമനുസരിച്ച് സ്ഥിരീകരിക്കാൻ അനുവദിക്കുക. ഒരു പുതിയ ജിയോജിബ്ര വിൻഡോ തുറക്കാം. ഫയൽ എന്നതിലെ ന്യൂ എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഒരു വൃത്തം വരയ്ക്കുക. ടൂൾബാറിൽ നിന്ന് സർക്കിൾ വിത്ത് സെന്റർ ത്രൂ പോയിന്റ് എന്ന ടൂൾ
ക്ലിക്ക് ചെയ്യുക. A കേന്ദ്രമായി ഒരു പോയിന്റ് അടയാളപ്പെടുത്തുക. പോയിന്റ് B കിട്ടാൻ വീണ്ടും ക്ലിക്ക് ചെയ്യുക. ഒരു ആർക്ക് BC വരയ്ക്കുക. സർക്കുലർ ആർക്ക് വിത്ത് സെന്റർ ബിറ്റ്വീൻ 2 പോയിന്റ്സ് ക്ലിക്ക് ചെയ്യുക. A, B, C എന്നീ പോയിന്റുകൾ ചുറ്റളവിൽ ക്ലിക്ക് ചെയ്യുക. ആർക്ക് BC വരയ്ക്കുക. ആർക്ക് BC യുടെ പ്രോപ്പർട്ടീസ് മാറ്റുക. ആൾജിബ്ര വ്യൂവിൽ ഒബ്ജക്റ്റ് D യിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. ഒബ്ജക്റ്റ് പ്രോപ്പർട്ടീസ് തിരഞ്ഞെടുക്കുക. ഗ്രീൻ ആയി നിറം തിരഞ്ഞെടുക്കുക. ക്ലോസ് എന്നത് ക്ലിക്ക് ചെയ്യുക. ന്യൂ പോയിന്റ് എന്ന ടൂൾ ക്ലിക്ക് ചെയ്ത് ചുറ്റളവിൽ D, E എന്നീ പോയിന്റുകൾ അടയാളപ്പെടുത്തുക. ആർക്ക് BC യിൽ നിന്ന് DE എന്നീ പോയിന്റുകളോട് കൂടിയ കോൺ അവിടെ നിന്നും വരയ്ക്കുക. പോളിഗൺ എന്ന ടൂൾ ക്ലിക്ക് ചെയ്യുക. രൂപം പൂർത്തിയാക്കുവാൻ E, B, D, C, വീണ്ടും E എന്നിവ ക്ലിക്ക് ചെയ്യുക. BDC, BEC എന്നീ കോണുകൾ അളക്കട്ടെ. ആംഗിൾ എന്ന ടൂൾ ക്ലിക്ക് ചെയ്യുക. പോയിന്റ് B, D, C, B, E, C എന്നിവ ക്ലിക്ക് ചെയ്യുക. BDC യും BEC യും തുല്യമാണ് എന്ന് നമുക്ക് കാണാം. അടുത്ത സിദ്ധാന്തം പ്രസ്താവിക്കാം. ഒരു വൃത്തത്തിലെ മധ്യകോൺ ഒരേ ആർക്കിൽ നിന്ന് വരുന്ന ഇൻസ്ക്രൈബ്ഡ് കോണുകളുടെ ഇരട്ടിയായിരിക്കും. A കേന്ദ്രമായി കോൺ BAC എന്നത് ഒരേ ആർക്കിൽ നിന്ന് വരുന്ന, അതായത് BC യിൽ നിന്ന് വരുന്ന BEC, BDC എന്നീ കോണുകളുടെ ഇരട്ടിയാണ്. സിദ്ധാന്തമനുസരിച്ച് സ്ഥിരീകരിക്കാൻ അനുവദിക്കുക. ABC എന്ന ഒരു വൃത്തപാദം വരയ്ക്കുക. സർക്കുലർ സെക്ടർ വിത്ത് സെന്റർ ബിറ്റ്വീൻ 2 പോയിന്റ്സ് എന്ന ടൂൾ ക്ലിക്ക് ചെയ്യുക. പോയിന്റ് A, B, C എന്നിവ ക്ലിക്ക് ചെയ്യുക. ABC എന്ന വൃത്തപാദത്തിന്റെ നിറം മാറ്റുക. ABC എന്ന വൃത്തപാദത്തിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. ഒബ്ജക്റ്റ് പ്രോപ്പർട്ടീസ് തിരഞ്ഞെടുക്കുക. ഗ്രീൻ ആയി വർണ്ണം തിരഞ്ഞെടുക്കുക. ക്ലോസ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. BAC എന്ന കോൺ അളക്കട്ടെ. ആംഗിൾ ടൂൾ ക്ലിക്ക് ചെയ്ത് പോയിന്റ് B, A, C എന്നിവ ക്ലിക്ക് ചെയ്യുക. ആംഗിൾ BAC, BEC, BDC എന്നിവയുടെ ഇരട്ടിയാണ്. പോയിന്റ് C യിലേക്ക് പോകാം. ശ്രദ്ധിക്കുക, BAC എപ്പോഴും BEC, BDC എന്നിവയുടെ ഇരട്ടിത്തുക ആയിരിക്കും. അതിനാൽ തിയറം പരിശോധിച്ച് ഉറപ്പിക്കപ്പെട്ടു. ഇതോടെ ഈ ട്യൂട്ടോറിയൽ അവസാനിക്കുന്നു. സംഗ്രഹിക്കുവാൻ അനുവദിക്കുക. ഈ ട്യൂട്ടോറിയലിൽ നമ്മൾ സ്ഥിരീകരിക്കുവാൻ പഠിച്ചു. വൃത്തത്തിന്റെ കേന്ദ്രത്തിൽ നിന്നുള്ള ലംബം ഞാണിനെ തുല്യ ഭാഗങ്ങളായി വിഭജിക്കുന്നു. ഒരേ ആർക്കുള്ള ഇൻസ്ക്രൈബ്ഡ് കോണുകൾ തുല്യമാണ്. ഒരു വൃത്തത്തിലെ മധ്യകോൺ ഒരു ആർക്കിൽ നിന്ന് വരുന്ന ഇൻസ്ക്രൈബ്ഡ് കോണുകളുടെ ഇരട്ടിയായിരിക്കും. അസൈൻമെന്റ് ഞാൻ സ്ഥിരീകരിക്കുവാൻ ആഗ്രഹിക്കുന്നു. തുല്യ നീളമുള്ള ഞാണുകൾ കേന്ദ്രത്തിൽ നിന്നും തുല്യ ദൂരത്തിൽ ആയിരിക്കും. ഒരു വൃത്തം വരയ്ക്കുക. പോയിന്റ് ടൂളിൽ നിന്നും സെലക്ട് സെഗ്മെന്റ് വിത്ത് ഗിവൻ ലെങ്ത് തിരഞ്ഞെടുക്കുക. തുല്യ വലുപ്പമുള്ള രണ്ട് ഞാണുകൾ വരയ്ക്കുവാൻ ഇത് ഉപയോഗിക്കുക. കേന്ദ്രത്തിൽ നിന്നും ഞാണിലേക്ക് ലംബമായി വരികൾ വരയ്ക്കുക. കൂട്ടിമുട്ടുന്ന പോയിന്റ് അടയാളപ്പെടുത്തുക. ലംബത്തിന്റെ ദൂരം അളക്കുക. അസൈൻമെന്റിന്റെ ഔട്ട്പുട്ട് ഇതുപോലെ ആയിരിക്കും. ഈ URL ൽ ലഭ്യമായ വീഡിയോ കാണുക. ഇത് സ്പോക്കൺ ട്യൂട്ടോറിയൽ പ്രോജക്റ്റ് സംഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് നല്ല ബാൻഡ്വിഡ്ത്ത് ഇല്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്ത് കാണാവുന്നതാണ്.
സ്പോക്കൺ ട്യൂട്ടോറിയൽ ടീം സ്പോക്കൺ ട്യൂട്ടോറിയൽ ഉപയോഗിച്ച് വർക്ക്ഷോപ്പുകൾ നടത്തുന്നു. ഓൺലൈൻ പരീക്ഷ വിജയിക്കുന്നവർക്ക് സർട്ടിഫിക്കറ്റുകൾ നൽകുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ദയവായി എഴുതുക contact@spoken-tutorial.org. സ്പോക്കൺ ട്യൂട്ടോറിയൽ ടോക്ക് ടു എ ടീച്ചർ എന്ന പ്രോജക്റ്റിന്റെ ഭാഗമാണ്. ഇത് ICT, MHRD തുടങ്ങിയ ഇന്ത്യ ഗവൺമെന്റിന്റെ വിദ്യാഭ്യാസ നാഷണൽ മിഷന്റെ പിന്തുണയോടുകൂടി നടപ്പാക്കുന്ന ഒരു പദ്ധതിയാണ്. ഈ ദൗത്യത്തിന്റെ കൂടുതൽ വിവരങ്ങൾ ചുവടെ കാണിച്ചിരിക്കുന്ന ലിങ്കിൽ ലഭ്യമാണ്. IIT ബോംബെയിൽ നിന്നും വിജി നായർ. പങ്കെടുത്തതിന് നന്ദി.